വലിയ ലീഗ് ഭക്തി കാണിക്കുന്ന നിലപാടിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇവിടെ മുന്നോട്ട് വന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ അവർ കാണിച്ചിട്ടുള്ള പക്വതക്കുറവ് ഈ വാണിമേലിൽ സമ്മാനിക്കാനിരിക്കുന്നത് എന്താണ്? വലിയ കലാപമായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നില്ല എന്ന് നാം കണക്കാക്കിയാൽ മതി. അങ്ങനെ വാണിമേലിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കുൽസിത ശ്രമം നടത്തുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. മുസ്ലിം ലീഗാകെ ആ നേതൃത്വമാകെ വാണിമേലിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ മുന്നോട്ട് വരുന്നവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. CPM-ഉം മുസ്ലിം ലീഗുമെല്ലാം വലിയ പരിശ്രമം ഈ പഞ്ചായത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും വകവെക്കാതെ ഇവരെല്ലാം ഒരു സമാധാനവാദികളാണ് എന്ന നിലയിൽ ചില ആളുകൾ, ചില അനുഭാവികൾ ഇടപെടുന്നുണ്ട് എന്നുള്ള വസ്തുത ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം ആളുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ വലിയ ഇടപെടൽ ഈ നാട്ടിൽ ഇനിയും ഉണ്ടാകുന്നില്ലെങ്കിൽ നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്നതിലേക്ക് ചില ഭാഗങ്ങളിൽ അത് വഴിതെളിക്കുമെന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു കൊടിമരം, ഒരു പതാക, ഒരു പ്രചരണ ബോർഡ് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ വാണിമേൽ താർക്കപ്പെട്ടില്ല. CPM എന്ന് പറയുന്നത് വാണിമേലിൽ ദുർബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ശക്തി ദൗർബല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നാട്ടിലെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കേണ്ടത്. എല്ലാവരുടെയും ബാധ്യതയാണ് ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം. നാട്ടിലെ എല്ലാ ആളുകൾക്കും സഹവർത്തിത്വത്തോടുകൂടി കടന്നിറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു നാട്ടിൽ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട് എന്ന നിലയിൽ ഈ നാടാകെ ഈ പ്രശ്നങ്ങളെ വളരെ ഗൗരവമായി സമീപിക്കേണ്ടതുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.